ഈ കൂട്ടായ്മ ഗൾഫ് നാട്ടിലാണ് ഉദയം കൊള്ളുന്നത്. UAE-യിലും ഖത്തറിലും ഒമാനിലും അങ്ങനെ പല ഭാഗത്തായിട്ട് കണിയാപുരം മുസ്ലിം ഹൈസ്കൂൾ എന്ന് പറയുന്ന സാധാരണക്കാരുടെ കുട്ടികൾ മാത്രം പഠിച്ചിരുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങൾ എല്ലാവരും കൂടി വല്ലപ്പോഴുമൊക്കെ ഗൾഫ് നാടുകളിൽ ഒന്നിച്ചു കൂടുന്നതിന് വേണ്ടി എങ്ങനെ ഒന്നിക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയാണ് MBHS പ്രവാസി കൂട്ടായ്മ. ഈ 3 വർഷം കൊണ്ട് നിരവധി പാവങ്ങളെ സഹായിക്കുവാൻ, ഗ്രൂപ്പിലുള്ളവരായാലും അല്ലാത്തവരെ ആയാലും അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ കൂട്ടായ്മ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് അതിന്റെ 3 വർഷം പൂർത്തിയാക്കി 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. SSLCയും +2 ഒക്കെ നല്ല മാർക്കുകൾ വാങ്ങി വിജയിച്ച ആ മക്കളെ ആദരിക്കുക എന്നുള്ളത് കഴിഞ്ഞ 2 വർഷമായി നമ്മൾ നടത്തി വരുന്നതാണ്. അങ്ങനെ പ്രവാസ ലോകത്ത് ആരോരുമായിട്ടൊരു ബന്ധവുമില്ലാതിരുന്ന ഞങ്ങൾ എല്ലാവരും ഇന്ന് പരസ്പരം അറിയുന്നവർ, കുടുംബങ്ങളിൽ അറിയുന്നവർ. അതായത് ഞങ്ങൾ ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ പ്രവാസികളായ പലരുടെയും വീടുകളിൽ അവരുടെ അച്ഛനമ്മമാരെ കാണുവാനും അവരുടെ മക്കളെ കാണുവാനും അവരുടെ കുടുംബത്തെ കാണുവാനും ഒക്കെ ഞങ്ങൾ പല കുടുംബങ്ങളും സന്ദർശിച്ചു. ഞങ്ങൾ പ്രവാസികളായി ഇപ്പൊ നാട്ടിലുള്ളവർ, അതൊക്കെ ഞങ്ങൾക്കും അവർക്കും നൽകുന്ന സന്തോഷങ്ങൾ വളരെ വലുതാണ്. ഇത് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ശ്രീ പ്രതാപൻ നായർ സാർ എന്ന് പറയുന്നത് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. കഴക്കൂട്ടവും മംഗലാപുരവും ഒക്കെ ഒരു കാലത്ത് നമുക്കൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ വീട്ടിൽ ഉറങ്ങുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് മംഗലാപുരത്തിന്റെയും കഴക്കൂട്ടത്തിന്റെയും SI ആയി കടന്നു വന്ന ശ്രീ പ്രതാപൻ നായർ സാറ് അദ്ദേഹത്തെ ക്ഷണിക്കാൻ ചെന്നപ്പോ, ഞാൻ സുൽഫിയുമായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ എന്റെ മനസ്സിൽ ഈ പോലീസുകാരെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ജാടയും, അങ്ങോട്ട് ചെന്നിരുന്നാൽ തന്നെ ഒരു 10 മിനിറ്റ് പോലും നമ്മളടുത്ത് സംസാരിക്കാതെ കാര്യങ്ങൾ മാത്രം എന്ത് എന്ന് ചോദിച്ച് പറ്റുമെങ്കിൽ ഒക്കുമെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു വിടുന്നതാണ്. മനുഷ്യ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ഒരു പോലീസ് ഓഫീസറെ എനിക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് M. സിറാജുദ്ദീൻ, നമ്മുടെ ഗൾഫിലെ പ്രവാസ ലോകത്ത് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന, ഈ ലോകത്ത് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും വിഷമങ്ങളും അറിയുന്ന ആൾക്കാരെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാവരെയും സഹായിക്കുന്ന നമ്മുടെ പ്രവാസ ലോകത്ത് തന്നെ ഇപ്പോ 2-3 പരിപാടികളിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അതുപോലെ തന്നെ തോട്ടിങ്ങര നൗഷാദ്, നിങ്ങൾക്ക് എല്ലാം അറിയാം, കണിയാപുരം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന അദ്ദേഹം രൂപീകരിക്കുകയും അദ്ദേഹം അതിന്റെ ചെയർമാനാകുകയും MK നവാസ് എന്ന് പറയുന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ തന്നെ ആക്റ്റീവ് മെമ്പറായ കണിയാപുരം MK നവാസ് കൺവീനറായിക്കൊണ്ട് ഈ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും ഇന്ന് നമ്മുടെ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ ശ്രീ പ്രതാപൻ നായർ സാർ അവர்கள் ഇന്റലിജൻസിന്റെ സൂപ്രണ്ടാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വരുമ്പോ 10-15 പേര് ഉള്ള ഒരു ചെറിയ പരിപാടിയായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ സ്ത്രീകളും കുട്ടികളും അടക്കം ഏകദേശം 50ഓളം ആളുകൾ ഇവിടെ ഉണ്ട്. 50ഓളം ആളുകളുള്ള ഒരു സ്കൂളിൽ പഠിച്ച് ഇറങ്ങിയ, അതിൽ നിന്നും 100 കണക്കിന് ആളുകൾ സ്കൂളിൽ പഠിച്ചിറങ്ങിയിട്ട് അതിൽ നിന്നും ഒരു ചെറിയ ശതമാനം വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി പോയി അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഇവിടെ വരുമ്പോ ഇത്രയും ആളുകൾ ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഈ കൂട്ടായ്മയുടെ ശക്തി എത്രയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ പ്രവാസ ലോകത്ത് നമ്മളെല്ലാവരും, നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾ കരുതുന്നത് പണ്ടൊക്കെ വിദേശത്ത് പോയി തിരിച്ച് നാട്ടിൽ വരുമ്പോ അത്രയൊക്കെ പൂച്ച് സ്പ്രേ ഒക്കെ അടിച്ച് ബാഗും പെട്ടിയും ഒക്കെ തൂക്കി വരുമ്പോ അവര് വിദേശ രാജ്യങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയും സമ്പാദിച്ച് എടുത്ത പൊങ്ങാത്ത പെട്ടിയുമായി വരികയാണെന്നാണ് പലരും ധരിക്കുന്നത്. കാരണം ഞാനിത് പറയുന്നത്, എന്റെ പിതാവ് ദീർഘകാലം വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്ന് എന്റെ പിതാവ് 2 വർഷത്തിലൊരിക്കലായിരുന്നു നാട്ടിൽ വരുന്നത്. അപ്പൊ കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും എത്രയാണോ അനുവദനീയമായ ഭാരം
ആ ഭാരത്തിൽ കവിഞ്ഞ് സാധനങ്ങൾ കെട്ടിപ്പറക്കി കൊണ്ടുവരും. പക്ഷേ മനസ്സിലാകുന്നത് കൊടുക്കാൻ ഒരാളും വാങ്ങാൻ ഒരുപാട് ആളുകളും വന്നുണ്ട്. കാര്യം അന്ന് ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ ഇന്ന് വരുന്ന പോലെ അല്ല. വന്നാൽ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ പരാതിയാണ്. അവസാനം എൻ്റെ പിതാവിനെ ഇട്ടുകൊണ്ടുപോകാൻ ഷർട്ട് പോലും ഇല്ലാതെ കടയിൽ പോയി ഷർട്ട് വാങ്ങി പോയിട്ടുള്ള കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ വാങ്ങിയാലും ആളുകൾ ചോദിക്കുന്നത് എന്നാ വന്ന് ഇനി എന്നാ പോകുന്നതെന്നാണ്. പോകുന്നതും അറിയാം. കുറച്ച് ദിവസം പോയില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം പണിയൊക്കെ പോയില്ലേ എന്നാണ്. ഇനി പോകുന്നില്ലേ? എന്നിട്ട് വേണമെങ്കിൽ വെളിയിലിറങ്ങി ഒരു ഡയലോഗ് കൂടെ പറയും, ഓ അവൻ ജയിലിൽ കിടന്നിട്ടാ വന്നത്, ഇനി അങ്ങോട്ട് പോകണം. അപ്പൊ ഇതൊക്കെയാണ് പ്രവാസികളുടെ ഒരവസ്ഥ. പ്രവാസ ലോകത്ത് വളരെ സമ്പന്നതയിൽ അല്ലെങ്കിൽ അവിടെ പോയി കഷ്ടപ്പെട്ട് വളരെ നല്ല നിലയിലെത്തിയ ആളുകളുമുണ്ട്. ഇന്നും ആടുജീവിതം നയിക്കുന്ന ആളുകളും വിദേശത്തുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈ കൂട്ടായ്മ, ഞാൻ അകത്ത് നൗഷാദുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഈ കൂട്ടായ്മ തുടങ്ങിയതിനു ശേഷം ഏകദേശം കഴിഞ്ഞ വർഷം തന്നെ 1 കോടി രൂപയോളം സമാഹരിച്ച് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായമായും അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ് MBHSന്റെ ഈ പ്രവാസി കൂട്ടായ്മ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും നാം മണലാരണ്യങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ മണലാരണ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി സമ്പാദിക്കുന്നതിന്റെ ഒരു പങ്ക്, ഒരു വിഹിതം നമ്മുടെ നാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സെത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള കുറച്ച് ആളുകൾ ഒഴിച്ചു ബാക്കിയിരിക്കുന്നതെല്ലാം ഇവിടെയുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും അവരുടെയൊക്കെ ഭർത്താക്കന്മാരും പിതാക്കന്മാരും ഒക്കെ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് നാട്ടിലെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അവര് അത് ദേശത്തിരുന്ന് ഇവിടെയുള്ള ഈ പരിപാടി കാണുന്നുണ്ട് എന്നാണ്. സന്തോഷത്തോടുകൂടിയാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ കുടുംബങ്ങളുടെ എല്ലാവരും തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. നാട്ടിൽ ഒരു പ്രശ്നമുണ്ടായാൽ, നാട്ടിൽ പെട്ടെന്നൊരു വിഷയമുണ്ടായാൽ, എനിക്കറിയാം, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കറിയാം, നാട്ടിൽ പെട്ടെന്നൊരു വിഷയമുണ്ടായാൽ അങ്ങ് വിദേശ രാജ്യത്ത് കിടക്കുന്ന ആ വീട്ട് ഉടമസ്ഥ ഗൃഹനാഥന് എന്ത് വിഷമങ്ങളാണ്, എന്ത് ടെൻഷനാണ് എന്നുള്ളത് പലപ്പോഴും അർദ്ധരാത്രിയൊക്കെ 1 മണിക്കും 2 മണിക്കും ഒക്കെ വിളിക്കുമ്പോ ആ ശബ്ദത്തിൽ കേൾക്കുന്ന ആ ഒരു ആശങ്ക, കുടുംബത്തെ കുറിച്ചുള്ള ആശങ്ക എനിക്ക് വളരെ പല അവസരങ്ങളിലും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒരു പ്രശ്നമുണ്ടായാൽ എവിടെ പോകണം, ആരെ സമീപിക്കണം, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയാത്ത നിരവധി ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സഹായമായിട്ട് ആവശ്യമായ കാര്യങ്ങൾ എന്താണ്, അവരുടെ ആവശ്യമായ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ സത്വരമായി ഇടപെട്ടുകൊണ്ട് തീർച്ചയായും പരിഹാരം കാണുവാൻ ഈ സംഘടനയ്ക്ക് കഴിയണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇനിയും ഒരുപാട് ആളുകൾ സിറാജുദ്ദീൻ സാഹിബൊക്കെ ഇരിപ്പുണ്ട്, അതുപോലെ കണിയാപുരം തോട്ടിങ്കര നൗഷാദ് ഉണ്ട്. ഞങ്ങൾ തമ്മിൽ പറഞ്ഞു വരുമ്പോ ഏകദേശം ഒരു 20-22 വർഷത്തെ പരിചയം ഞങ്ങൾ തമ്മിൽ, ഒരു സുഹൃത്ത് ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. നൗഷാദിന്റെ വീട്ടിലാണ് ഈ പരിപാടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്ഥലം എവിടെയാണെന്ന് ഞാൻ ചോദിക്കില്ലായിരുന്നു. കാരണം മിക്കവാറും ഒക്കെ പരിപാടികൾ ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. ഇവിടെ ഈ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സുരേഷ് പത്രപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ അറിയാവുന്നതാണ്. കഴക്കൂട്ടത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും ഒപ്പിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന്. പക്ഷേ ഈ കൂട്ടായ്മയിലെ ഒരു അംഗമാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയെടുത്ത ഇതിന്റെ ശില്പികൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധമായ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.